വചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം അവിടെ പറയുന്നു: നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം മാധുര്യം നിറഞ്ഞതാണ്, അർത്ഥവത്താണ്. ഓരോ വാക്കുകളും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പം ഒന്നിനെയും നമുക്ക് തള്ളിക്കളയാനായിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വളരെ മനോഹരമാണ്. നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. ഏതാനും കാര്യങ്ങൾ ഈ വചനവുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും നിത്യജീവനു വേണ്ടിയും വേറെ എങ്ങോട്ടും നോക്കുവാൻ പാടില്ല, യേശുവിലേക്ക് മാത്രം നമ്മൾ നോക്കണം. മനുഷ്യവർഗത്തിൻ്റെ നടുവിലായി, കാൽവരി മലയുടെ മുകളിൽ 2 കുറ്റവാളികളുടെ മധ്യത്തിലായി തൂങ്ങി നിൽക്കുന്ന, കുരിശിൽ പിടയുന്ന യേശു ഇന്നും നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ ദൃശ്യമാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ശരിയാണ്. എങ്കിലും പൗലോസ് അപ്പോസ്തലനും ആദിമസഭയിലെ അപ്പോസ്തലന്മാരും സുവിശേഷ പ്രസംഗകരും ഇപ്രകാരമാണ് പ്രസംഗിച്ചത്: ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ഉയർത്തതിന് ശേഷവും പ്രസംഗം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത്, അത് ക്രിസ്മസ് ആണെങ്കിലും ശരി, ഏത് വിശുദ്ധൻ്റെ തിരുനാളാണെങ്കിലും ശരി, അന്ന് അവിടെ യേശുവിൻ്റെ മരണം ഓർമ്മിക്കപ്പെടുന്നു. എൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി നിങ്ങളിത് ചെയ്യുവനെന്ന് പറയുമ്പോൾ അവിടുത്തെ കുരിശുമരണം നമ്മൾ ഓർമ്മിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ കൺമുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യന് സ്വന്തമായിട്ട് സ്വർഗത്ത് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. യേശുവിന് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ഒരു ചോദ്യം അപ്പോൾ വരുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ്: വരാൻ പോകുന്ന രക്ഷകനിൽ അവർ വിശ്വസിച്ചു. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള നമ്മളോ വന്ന് കടന്നുപോയ സ്വർഗാരോഹണം ചെയ്ത രക്ഷകനിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് വ്യത്യാസം. യേശുവിന് മുൻപ് ജീവിച്ചിരുന്നവർ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. യേശുവിന് ശേഷം ജീവിച്ചിരിക്കുന്ന നമ്മൾ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നു. നടന്ന ആ സംഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും പരിത്രാണവും വിശുദ്ധീകരണവും ആക്കിയിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് is our sanctification, our wisdom, our righteousness and our holiness. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചവിട്ടുപടികൾ കയറി നേടിയെടുക്കുന്നതല്ല. പകരം യേശു എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം സ്വന്തമാക്കുന്നു, അത്രമാത്രം വിശുദ്ധിയാണ് ഒരു വ്യക്തിക്കുള്ളത്. ഒരു വ്യക്തി കുനിഞ്ഞു നടക്കുന്നത് കൊണ്ടോ, ഒരു വ്യക്തി ഒരിക്കലും റിയാക്ട് ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ, ഒരു വ്യക്തി പാവങ്ങളെ സഹായിക്കുന്നത് കൊണ്ടോ മാത്രം ആ വ്യക്തി വിശുദ്ധനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്: നന്മ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വേറൊരു സൈഡിൽ കൂടെ തിന്മയും ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൈകൊണ്ട് പാവങ്ങളെ സഹായിക്കുമ്പോൾ മറു കൈകൊണ്ട് വേറൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നു. ഒരു കാല് നന്മ ചെയ്യാനായിട്ട് പോകുമ്പോൾ വേറൊരു കാല് അശുദ്ധി ചെയ്യാനായിട്ട് പോകുന്നു. തലച്ചോറിൻ്റെ ഒരു ഭാഗം കൊണ്ട് നന്മ ചിന്തിക്കുമ്പോൾ വേറൊരു ഭാഗം പാപത്തെയും
അശുദ്ധിയെയും ഭാവന കാണുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, മോഹിക്കുന്നു. അപ്പോൾ നന്മയും തിന്മയും ഒരു മനുഷ്യൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കുറേ നന്മ കണ്ടിട്ട് അയാൾ വിശുദ്ധനാണെന്ന് പറയരുത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്യാരക്ടർ അല്ല, ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ്, യേശുവാണ്, ജീവിക്കുന്ന യേശുവാണ്. യേശു നമ്മിൽ എത്രമാത്രം നിറഞ്ഞിരിക്കുന്നു അത്രയുമാണ് നമ്മിൽ വിശുദ്ധി ഉള്ളത്. കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഭാഗം നമ്മൾ ഓർക്കണം. നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാല് നീട്ടി സ്വന്തമാക്കാൻ പോകുന്ന, പാദങ്ങൾ ചവിട്ടി സ്വന്തമാക്കാൻ പോകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായിട്ട് തരും. അപ്പം നമ്മൾ എന്തുമാത്രം പിടിച്ചെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കാനാൻ ദേശത്തിൻ്റെ ഭാഗം നമുക്ക് സ്വന്തമായി തീരുന്നത്. യേശുവിനെ 10% മാത്രമേ നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളെങ്കിൽ നമുക്ക് 10% വിശുദ്ധിയേ ഉള്ളൂ. യേശുവിനെ 90% നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മിലൂടെ ഒഴുകുന്നത് യേശുവാണ്. സ്നേഹം ഒഴുകുന്നത് യേശുവിൻ്റെതാണ്, കരുണ ഒഴുകുന്നത് യേശുവിൻ്റെതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്താലാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ. വിശുദ്ധി ഒഴുകും, സ്നേഹം ഒഴുകും, കരുണ ഒഴുകും, ആത്മനിയന്ത്രണം ഒഴുകും, സമാധാനം, സന്തോഷം, ക്ഷമ ഒഴുകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടം വേറെ എങ്ങോട്ടുമാകരുത്. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു വ്യക്തിയിലും രക്ഷയ്ക്കു വേണ്ടി നമ്മൾ നോക്കാൻ പാടില്ല. ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിലെ ആർക്കും ഈ പഠനം മാറ്റാൻ പറ്റില്ല. കാരണം യേശുവിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് പത്രോസ്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ തൊട്ടടുത്തിരുന്ന് കേട്ട വ്യക്തിയാണ് പത്രോസ്. യേശുവിൻ്റെ തിരുത്തലുകൾ സ്വീകരിച്ച വ്യക്തിയാണ് പത്രോസ്. യേശുവിൻ്റെ പീഡാസഹനം കണ്ട് ഭയന്ന് ഓടിക്കളഞ്ഞ വ്യക്തിയാണ് പത്രോസ്. യേശുവിൻ്റെ ഉത്ഥാനം കണ്ട് ആരാധിച്ചവനാണ് പത്രോസ്. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒലിവുമലയിൽ അവനെ ആരാധിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മേഘം വന്ന് മൂടുന്നത് കണ്ട് ഹൃദയം നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ആരാധിച്ചവനാണ് പത്രോസ്. തീർന്നില്ല, പെന്തക്കോസ് നാളിൽ അവൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ പത്രോസും ഉണ്ടായിരുന്നു. ഈ പത്രോസ് വിളിച്ചു പറയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ സൽപ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? സത്യം ഞാൻ പറയാം, സൽപ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. നിങ്ങൾ എത്ര ചെയ്തിട്ടുണ്ടോ അതിൻ്റെ 100 കണക്കിന് ഇരട്ടി ഒന്നുകിൽ നിങ്ങളുടെ മക്കൾക്ക് അത് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് തന്നെ അത് കാണത്തക്ക തരം ദൈവം മടക്കി നൽകും. കാരണം ഇതിൻ്റെ പേരും പറഞ്ഞ് ആരും ഞെളിയുവാൻ, പൊങ്ങുവാൻ, ഉയരുവാൻ, അഹങ്കരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കീറിയ തുണി പോലെയാണല്ലോ. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കീറിയ തുണി പോലെയാണല്ലോ. തുണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തുണിയുണ്ട്, പക്ഷെ അത് കീറിയ തുണി പോലെയാണ്. അപ്പോൾ ഒന്നും ഇല്ലാത്തതിനേക്കാളും ഭേദമാണ്, പക്ഷെ അത് കീറിയ തുണിയാണ്. അതിൻ്റെ പേരിൽ പുകഴുവാൻ ഒന്നുമില്ല, അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന്, ജോലി കിട്ടാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കീറിയ തുണി ഇട്ടുകൊണ്ട് ചെല്ലത്തില്ല. നമ്മൾ വിവാഹത്തിന് പള്ളിയിലേക്ക് കീറിയ തുണി ഇട്ടുകൊണ്ട് ചെല്ലത്തില്ല. ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്ക് പറയുകയാണ്, ദൈവ തിരുമുമ്പിലേക്ക് ഞെളിഞ്ഞു ചെല്ലുവാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികളിൽ പോലും ഒരു കാപട്യമുണ്ടായിരുന്നു, സ്വാർത്ഥതയുടെ ഒരു ലാഞ്ചനയുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടം
മുന്നോട്ട് മാത്രം ആയിരിക്കട്ടെ. യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ തുടരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2, നിന്റെ നോട്ടം മുന്നോട്ട് മാത്രമായിരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയണമെങ്കിൽ നമുക്ക് വേറെ ആരെ നോക്കിയാലും പറ്റുകയില്ല, യേശു ക്രിസ്തുവിനെ തന്നെ നോക്കണം. മഹാന്മാരായ വ്യക്തികളെ നോക്കിയാൽ അവരുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. വലിയ വലിയ ഫിലോസഫേഴ്സിൻ്റെ ജീവിതം നോക്കിയാൽ അവരിലും ഒരുപാട് കുറവുകളും വീഴ്ചകളും പാപങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നു. ആത്മീയ നേതാക്കന്മാരുടെ ജീവിതം നോക്കിയാൽ അവിടെയും കുഴപ്പങ്ങൾ കാണാൻ പറ്റുന്നു. നമുക്ക് നോക്കാൻ പറ്റിയ ഒരാളാണ് യേശു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. തോമായിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞില്ല, പത്രോസിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞില്ല, യോഹന്നാനിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞില്ല. കാര്യം ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്ന് കർത്താവിനറിയാം. മനുഷ്യരായതുകൊണ്ട് ഇവർക്കെല്ലാം വീഴ്ച വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവരെ നോക്കി പഠിക്കരുത്, പകരം എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ യേശുവായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരുന്നേനെ എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും, 12-ാമത്തെ അധ്യായത്തിലാണ് ഇതുള്ളത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടുവാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥൻ, മുൻപിൽ നിന്ന് നയിക്കുന്നവൻ, നമ്മുടെ കമാൻഡർ, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ ചീഫ്, മുൻപിൽ നിന്ന് നയിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് വേണം പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളും പോകാൻ. അപ്പം എൻ്റെ സ്ഥാനത്ത് ഈ സിറ്റുവേഷനിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുവായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റുകയില്ല എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. യേശു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു, യേശു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ പുഞ്ചിരിക്കുമായിരുന്നു, യേശു എൻ്റെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എങ്ങനെ പാവങ്ങളെ സഹായിക്കുമായിരുന്നു, എങ്ങനെ കുടുംബത്തിലുള്ളവരോട് ഇടപെടുമായിരുന്നു, എങ്ങനെ വചനം പഠിക്കുമായിരുന്നു, എങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു, എങ്ങനെ സംസാരിക്കുമായിരുന്നു, നോക്കുമായിരുന്നു, ഇടപെടുമായിരുന്നു. ഇതാണ് നമ്മുടെ മുൻപിലുള്ള മോഡൽ. പഴയ നിയമത്തിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ഇതാണ്, വചനം തന്നു, നിയമം തന്നു, പക്ഷെ ഒരു മോഡൽ ജനങ്ങൾക്ക് ഇതാ എന്ന് കണ്ട് പഠിക്കാനായിട്ടൊരു വ്യക്തി മുൻപിലില്ല പ്രിയപ്പെട്ടവരെ. അവിടെ അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിയമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീവിപ്പിക്കുവാൻ കഴിവില്ലാത്ത എഴുത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ താബോർ മലയിൽ ഇതിനെ അതിജീവിക്കുന്ന മറ്റൊന്ന് നമ്മൾ കാണുകയാണ്. മോശയും ഏലിയായും 2 ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതായത് നിയമവും പ്രവാചകന്മാരും. ബൈബിൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച 2 പ്രമുഖ ഗ്രൂപ്പുകാരെ കാണിക്കുകയാണ്. നിയമം തരാൻ ഉപയോഗിച്ച മോശയെയും ബാക്കി പ്രവാചകന്മാരെയും. ഇവർ 2 പേരും വന്നിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ നടുക്കാട്ട് ഈശോ വരികയാണ്. ഈശോ മഹത്വത്തിൽ നിൽക്കുന്നു. അപ്പോൾ പിതാവ് പത്രോസിനോട് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കും. ഇപ്പം പ്രിയപ്പെട്ടവരെ, ഈശോയെ നമുക്ക് പുതിയ നിയമത്തിൽ ഒരു മോഡലായിട്ട് കാണിച്ചു തരികയാണ്. പഴയ നിയമത്തിൽ മോശയും ജോഷുവായും ഒന്നും മോഡൽസ് അല്ല, കാരണം അവർക്കൊക്കെ മാനുഷികമായ പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ നമ്മെപ്പോലെ എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും, പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും, എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ചുവെങ്കിലും ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച ഈശോ നമുക്ക് മാതൃകയാണ്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈശോ ഇവിടെ ജീവിച്ചത് ശരിക്കും പറഞ്ഞ ദൈവമായിട്ടല്ല. ദൈവത്തിൻ്റെ ഗ്ലോറി, മഹത്വം, ശക്തി അവിടെ നിന്ന് മാറ്റിവെച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെ ഓരോ നിമിഷവും അവിടുന്ന് പരിശുദ്ധാത്മാവിൽ ചാരി, പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചു, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു, ഓരോ നിമിഷവും നിലവിളിച്ചു, പ്രലോഭനങ്ങളിൽ അവിടെ നിന്ന് നിലവിളിച്ചു. കാരണം നമുക്ക് മോഡലാകാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്, നമുക്ക് മാതൃകയാകാൻ വന്നവനാണ് ഈശോ. അതുകൊണ്ടാണ് മഹത്വം മാറ്റിവെച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യനായി വന്നപ്പോൾ
നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ പ്രലോഭനങ്ങളും ഈശോയ്ക്കുണ്ടായി. ഈശോ അതിനെ എല്ലാം നേരിട്ടതും വിജയിച്ചതും ദൈവം എന്നുള്ള നിലയിലല്ല, മനുഷ്യപുത്രൻ എന്ന നിലയിലാണ്. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ടാണ്, ഓരോ പ്രഭാതത്തിലും ശക്തി സ്വീകരിച്ചുകൊണ്ടാണ്, വചനമാകുന്ന വാളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം ഈശോയുടെ ജീവിതം എല്ലാ വിധത്തിലും നമുക്ക് മാതൃകയാണ്. നമ്മൾ ഈശോയുടെ ജീവിതം നോക്കിക്കേ. രോഗികളെ കാണുമ്പോൾ ഈശോയുടെ മനോഭാവം, ഒരു വിധവയെ കാണുമ്പോൾ ഈശോയുടെ മനോഭാവം, ഒരു വിവാഹ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഈശോയുടെ മനോഭാവം, ഒരു പള്ളിയിൽ ചെല്ലുമ്പോഴുള്ള ഈശോയുടെ മനോഭാവം, കുഞ്ഞുങ്ങളെ കാണുമ്പോഴുള്ള ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുക. എല്ലായിടത്തും നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ ഈശോയുടെ ജീവിതം നോക്കിക്കൊണ്ട് നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. മൂന്നാമതായിട്ട് നമ്മുടെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടം വചനത്തിലായിരിക്കട്ടെ. നമ്മുടെ നോട്ടം വചനത്തിലായിരിക്കട്ടെ. 119 സങ്കീർത്തനം അതിൻ്റെ 15 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ ആനന്ദം കൊള്ളുകയും അവയിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ ആനന്ദം കൊള്ളുകയും അങ്ങയുടെ വചനത്തിൽ എൻ്റെ കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം എൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല കർത്താവേ. ദാവീദ് പറയുകയാണ്, അങ്ങയുടെ വചനത്തിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുകയാണ്, അങ്ങയുടെ വചനത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ കണ്ണുകൾ ചെന്ന് തറച്ചു നിൽക്കുന്നത് മറ്റെങ്ങുമല്ല, അങ്ങയുടെ വചനത്തിലാണ്. അതിൽ ഞാൻ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അത് എൻ്റെ ഹൃദയത്തിന് എല്ലാമാണ്. വീണ്ടും 119 സങ്കീർത്തനം അതിൻ്റെ 9 തിരുവചനം പറയുന്നു: യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു യുവാവിൻ്റെ മുമ്പിൽ, യുവതിയുടെ മുൻപിലും വിശുദ്ധി എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതാ നമ്മുടെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന കർത്താവിൻ്റെ വചനം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഒരു ഡൈവേർഷൻ കാണാം. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്നിടത്ത് ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, എറണാകുളം എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇടത്തോട്ട് നമ്മൾ തിരിയുന്നു. ഇതുപോലെ ഓരോ ജംഗ്ഷനുകളിലും ഓരോ കൈചൂണ്ടികൾ വെച്ചിട്ടുണ്ട്. ഇടത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്ക് പോകാം, ഇടത്തോട്ട് തിരിഞ്ഞാൽ അങ്കമാലിക്ക് പോകാം. ഇങ്ങനെയെല്ലാം എഴുതി വച്ചിരിക്കുന്ന ഈ ചൂണ്ട് പലകകളിലൂടെ ഈ വലിയ ഒരു അറിവ് നമുക്ക് തന്നുകൊണ്ടാണ് യാത്രക്കാരായ നമ്മെ ഗവൺമെൻറ്റുകൾ നയിക്കുന്നത്. അപ്പോൾ റോഡുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ എഴുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ യാത്രക്കാർക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഭൂമിയാകുന്ന ഈ പാപം നിറഞ്ഞ ഗ്രഹത്തിൽ നിന്നും പരിശുദ്ധി നിറഞ്ഞ ഉന്നതത്തിലെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുൻപോട്ടാണോ പുറകോട്ടാണോ എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം എഴുതിയിരിക്കുന്ന എഴുത്ത് പലകയാണ്, അല്ലെങ്കിൽ കൈചൂണ്ടിയാണ് കർത്താവിൻ്റെ വചനം. സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെ എന്നറിയാൻ ബൈബിൾ നോക്കിയാൽ മതി, വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഭർത്താവിനോടുള്ള ഭാര്യയുടെ മനോഭാവം അറിയാൻ എന്ത് ചെയ്യണം? ബൈബിൾ നോക്കിയാൽ മതി. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെ? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം? വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ ദൈവം എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം ഉപവാസം എടുക്കണം, എങ്ങനെ സഭയെ പടുത്തുയർത്തണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, ശത്രുക്കളോടുള്ള മനോഭാവം എന്ത്, പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം, നാവ് എങ്ങനെയായിരിക്കണം, കണ്ണുകൾ എങ്ങനെയായിരിക്കണം. സഹോദരങ്ങളെ, എല്ലാത്തിൻ്റെയും മറുപടി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വചനം എടുത്ത് നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് ദൈവം പറയാണ്, നിന്റെ നോട്ടം ഈ വചനത്തിലേക്ക് മാത്രം ആയിരിക്കട്ടെ. നാലാമതായിട്ട്, നമ്മുടെ നോട്ടം യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാത്രമായിരിക്കട്ടെ. ചില സമയത്തെങ്കിലും ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. ഉദാഹരണമായിട്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് പോകണമോ വേണ്ടിയോ എന്നൊരു തീരുമാനമെടുക്കുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമോ വേണ്ടിയോ എന്നൊരു തീരുമാനം. ഈ ചെറുക്കൻ തന്നെയാണോ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്?
ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്? നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായിട്ട് ഇപ്രകാരം പറയുകയാണ്. 30-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിൻപിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഇതാണ് വഴി, ഇതിലെ പോവുക. നിന്റെ കാതുകൾ ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതം. അവർ ഏഷ്യയിലേക്ക് സുവിശേഷം പറയാനായിട്ട് വരികയാണ്. അപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുക്കുകയാണ്, നിങ്ങൾ പോകേണ്ടത് മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ കേട്ടുകൊണ്ട് അവർ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേരെയും പിടിച്ച് ജയിലിലിടുന്നു. ഇഷ്ടം പോലെ അടി കിട്ടുന്നു. ശക്തമായ പീഡനം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷെ അതിൻ്റെ ഒടുവിൽ ദൈവമഹത്വം കാണുന്നു. തടവറയിലുണ്ടായിരുന്ന 100 കണക്കിന് പാവപ്പെട്ട മനുഷ്യർ, കൊടും കുറ്റവാളികൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈശോ എന്ന നാമം കേട്ടിട്ടില്ലാത്തവർ, അവരെല്ലാവരും യേശുവിൻ്റെ മഹത്വം കാണാനിടയാകത്തക്കവണ്ണം ജയിലിലെ ചങ്ങലകൾ പൊട്ടിച്ചിതറുകയും ഭിത്തി അടർന്ന് താഴെ വീഴുകയും ജയില് കുലുങ്ങുകയും ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുകയും ചെയ്തു. തടവുകാരെല്ലാം കണ്ണുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം കാണുകയാണ്. ദൈവത്തിൻ്റെ ഷെക്കിനായി ഗ്ലോറി ഇറങ്ങി വരുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അവരാരും ഓടിക്കളഞ്ഞില്ല, രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല. കാരണം കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വന്നപ്പോൾ അവർക്കാർക്കും രക്ഷപ്പെടേണ്ടായിരുന്നു. അവരെല്ലാം ആ മഹത്വം കൺകുളിർക്ക കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ട്രാക്ക് തെറ്റുന്നില്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രേരണകൾ തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്യാൻ പഠിക്കണം. അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. ദൈവവുമായിട്ട് നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ഒരു ഗ്രേസ് കിട്ടുകയാണ്. അത് പതുക്കെ കിട്ടുന്നൊരു കാര്യമാണ്. ഈശോയ്ക്ക് വേദനിച്ചാൽ മനസ്സിലാകും, ഈശോയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മനസ്സിലാകും, ഒരു കാര്യം ഈശോ തടയുമ്പോൾ മനസ്സിലാകും, അത് വേണ്ട എന്ന് ഈശോ പറയുമ്പോൾ മനസ്സിലാകും. ഉള്ളിൽ കൃത്യമായ ഒരു ബോധ്യം നമുക്ക് കിട്ടും. അവസാനമായിട്ട് എങ്ങോട്ട് നോക്കരുത് എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കരുത്. പാപം നിറഞ്ഞ ഈ ലോകം നമുക്ക് ഉള്ളതല്ല. നമ്മളിവിടെ ജീവിക്കുന്നു, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് നമുക്കുള്ളതല്ല, നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്ന ലോത്തിൻ്റെ ഭാര്യയോട് ദൈവദൂതന്മാർ പറയുന്നു, നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നിന്ന് നശിക്കാത്ത മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, പോകുന്ന പോക്കിൽ നിങ്ങളുടെ നോട്ടം മുന്നോട്ട് മാത്രമായിരിക്കണം, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ തീർന്നു. പക്ഷെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ലോകമോഹം അടക്കാൻ സാധിച്ചില്ല. അയ്യോ, എൻ്റെ ചട്ടിയും കലവും പാത്രവും, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, എൻ്റെ അലമാരി, എൻ്റെ ഗ്യാസ് അടുപ്പ്, എൻ്റെ പൈപ്പ് എല്ലാം ഓർക്കുക. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ചെടിച്ചട്ടി, എൻ്റെ പൂന്തോട്ടം, ഇതെല്ലാം ഓർത്തിട്ട് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുക. അയ്യോ, എൻ്റെ സാരി, എൻ്റെ ചുരിദാർ, എൻ്റെ ഡ്രസ്സുകൾ, എൻ്റെ ചെരുപ്പ് എല്ലാം ഇട്ടിട്ട് ഓടിയല്ലോ. തിരിഞ്ഞു നോക്കുകയാണ്. ഉപ്പ് തൂണായിപ്പോയി. ഉപ്പ് തൂണെന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിപ്പുണ്ട്, നല്ല ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അടുത്ത് നോക്കുമ്പോൾ എന്താ? ജീവനില്ല. അപ്പോൾ പുറമേ മനുഷ്യ രൂപമുണ്ട്, പക്ഷെ ചെന്നപ്പോൾ ജീവനില്ല. രൂപമുണ്ട്, ജീവനില്ല. ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ ലോകത്തിലേക്ക് നോക്കുന്ന വ്യക്തികൾക്ക് മനുഷ്യൻ്റെ രൂപമുണ്ട്, പക്ഷെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട ശവങ്ങളെപ്പോലെ ആയിരിക്കും. കർത്താവ് തരുന്ന ഈ മുന്നറിയിപ്പ് നമുക്ക് ശ്രവിക്കാം. 1 യോഹന്നാൻ 2:15, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം വസിക്കുന്നില്ല. പിതാവായ ദൈവമേ, എന്നും അവിടുത്തെ പുത്രനെ നോക്കിക്കൊണ്ട് ഓടുവാൻ, യാത്ര തുടരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.